Hi dear friends, welcome to new video. അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ് ആണ്. ഫസ്റ്റ് ബിഗിനിങ്ങിൽ നമ്മൾ ഒരു പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബേസിക് ടേംസിന്റെ. ഇത് പാർട്ട് 2 ആണ്. എങ്ങനെയാണ് ജേണൽ ഉണ്ടാക്കുക, അതുപോലെ അക്കൗണ്ടിങ് റൂൾസ്. ഇപ്പൊ ജേണൽ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഏത് തരത്തിലുള്ള ജേണലുകളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് ജേണൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അപ്പൊ അതിന്റെ റൂൾസ് ആണ് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കാം, അക്കൗണ്ടിങ്ങിന്റെ റൂൾസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ജേണൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഏത് അറിയാത്തവർക്കും, അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് അറിയാത്തവർക്കും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ബേസിക് ടേംസ് അറിയാവുന്നവരാണെങ്കിൽ അവർക്കും എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഏത് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും ബിസിനസ് സ്ഥാപനത്തിൽ ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിലും ആ ട്രാൻസാക്ഷന് ഈക്വൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് ജേണൽസ് ഉണ്ടാക്കാൻ അവരെ കൊണ്ട് പറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിലും, അത് ഏത് തന്നെ ആയാലും, ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും ആ ട്രാൻസാക്ഷൻസിന് രണ്ട് വശങ്ങളുണ്ട് എന്നുള്ളതാണ്. രണ്ട് വശങ്ങളുണ്ടെന്ന് പറഞ്ഞാല് ഏത് ഇടപാടുകൾ നടക്കുകയാണെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുക്കലും ഒന്ന് ഇങ്ങോട്ട് കിട്ടലും ഉണ്ടാവും, അല്ലെ? ഏത് ഒരു കയറ്റം ഉണ്ടെങ്കിലും ഒരു ഇറക്കം ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഇടപാട് നടക്കുമ്പോഴും ഒരു കൊടുക്കൽ വാങ്ങൽ അവിടെ നടക്കും, കൊടുക്കൽ വാങ്ങലുകൾ നടക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും ആ ട്രാൻസാക്ഷൻ, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ 10,000 രൂപന്റെ സാധനങ്ങള് വാങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ 10,000 രൂപ അയാൾക്ക് കൊടുക്കുകയും എനിക്ക് 10,000 രൂപയുടെ ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് എനിക്ക് തരുകയും ചെയ്യുമെന്നുള്ള. അപ്പൊ ഇങ്ങനെ തരുന്നത് കൊണ്ട് തന്നെ അവിടെ എനിക്ക് കിട്ടുന്നത് ഗുഡ്സ് ആണ്, അതേപോലെ തന്നെ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നത്, ഞാൻ ആരുടെ കയ്യിൽ നിന്നാണോ സാധനം വാങ്ങുന്നത് അദ്ദേഹത്തിന് കൊടുക്കുന്നത് ക്യാഷ് ആണ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, രണ്ട് ഇടപാടുകൾ. ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിലും ആ ട്രാൻസാക്ഷനിൽ നിന്നും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ട്, രണ്ട് വശങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റും ഒന്ന് ഗിവിങ് ആസ്പെക്റ്റും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ബിസിനസ്സിലെ ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നുണ്ട്. ബിസിനസ്സിലെ ഏത് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും അതിനൊരു ഡെബിറ്റും ഉണ്ടാവും, ഒരു ക്രെഡിറ്റും ഉണ്ടാവും. ഒരു ഡെബിറ്റും ഉണ്ടാവും, ഒരു ക്രെഡിറ്റും ഉണ്ടാവും. ഒരു ഡെബിറ്റ് ട്രാൻസാക്ഷനും ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ഉണ്ടാവും. ഐ മീൻസ് രണ്ട് സ്ഥലങ്ങളിലെ ബിസിനസ് സ്ഥാപനത്തില് ഏത് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും രണ്ട് ലെഡ്ജറുകളിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഒരു ലെഡ്ജറിന്റെ ഡെബിറ്റ് സൈഡിലും ഒരു ലെഡ്ജറിന്റെ ക്രെഡിറ്റ് സൈഡിലും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് രണ്ട് വശങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും ഡുവൽ എഫക്ട് ഉണ്ടായിരിക്കും. ഒരു ഡെബിറ്റ് സൈഡും ഉണ്ടായിരിക്കും, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടായിരിക്കും. അപ്പൊ 10,000 രൂപ അതിന്റെ ഗുഡ്സ് കിട്ടി എന്ന് പറയുന്നത് 10,000 രൂപ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി എന്നുള്ളതാണ്. അപ്പൊ അതിന് ഈക്വൽ ആയിട്ടുള്ള ഇടതും വലതും ഉണ്ട്, അല്ലെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് വശങ്ങളുണ്ട്. ഓക്കെ, എവറി ട്രാൻസാക്ഷൻ ഈസ് കമ്പോസ്ഡ് ഓഫ് ടു പാർട്സ്. ഒന്നെന്താണ്, ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ആണ് അതിലുണ്ടാകുക. അപ്പൊ എല്ലാ ട്രാൻസാക്ഷനും എന്തുണ്ട്, ഈ ഡെബിറ്റിന് തുല്യമായിട്ടുള്ള ക്രെഡിറ്റും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ഡബിൾ എൻട്രി ട്രാൻസാക്ഷൻ എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ സിംഗിൾ എൻട്രി ഉണ്ട്. സിംഗിൾ എൻട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ക്യാഷ് കടം വാങ്ങിയത് മാത്രം റെക്കോർഡ് ചെയ്യും. അതല്ലെങ്കിൽ ചിലത് എന്ത് ചെയ്യും, ക്യാഷ് കിട്ടിയത് മാത്രം റെക്കോർഡ് ചെയ്യുക. അപ്പോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗുഡ്സ് കടം വിറ്റത് മാത്രം റെക്കോർഡ് ചെയ്യുക. ഇങ്ങനെ ഏതെങ്കിലും പൂർണ്ണമായിരിക്കില്ല,
എല്ലാം പൂർണ്ണമാവത്തില്ല എന്നുള്ള. ഇവിടെ നമ്മളെ ബിസിനസ് സ്ഥാപനത്തിലെ അക്കൗണ്ടിങ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ആണ്. അതല്ലെങ്കിൽ ഒരു ഡെബിറ്റ്, ഏത് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അതിനൊരു ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതല്ലാതെ നമ്മൾ പല ഷോപ്പുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ചില ബിസിനസ് സ്ഥാപനങ്ങളിൽ അക്കൗണ്ട് കീപ്പ് ചെയ്യാത്ത ബിസിനസ് സ്ഥാപനങ്ങളിൽ ചിലപ്പം കടം വാങ്ങിയ ആളുകളുടെ പേരും അവരെത്ര വാങ്ങി എന്നുള്ളത് മാത്രമാണ് എഴുതി വെക്കുക. എന്ത് വാങ്ങിയെന്നോ നമുക്ക് എന്ത് കിട്ടിയെന്നോ നമ്മൾ എന്ത് പോയിന്നോ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ കടത്തിന് വെക്കുമ്പോൾ ഇവിടെ ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റർ, ഇപ്പൊ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിക്കാണ് സാധനം വിറ്റത് എങ്കിൽ രാഹുൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്ന് എഴുതും നമ്മൾ. പക്ഷേ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എന്ത് മാത്രമാണ് റെക്കോർഡ് ചെയ്യുക? സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ചിലപ്പം ആരുടെ പേര് മാത്രം, ആരാണോ നമുക്ക് ക്യാഷ് തരാനുള്ള അത് മാത്രമാണ് റെക്കോർഡ് ചെയ്യുക. അപ്പൊ അത് നോക്കി നമ്മൾ അക്കൗണ്ടുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ബാലൻസ് ഷീറ്റ് എപ്പോഴും ഈക്വൽ ആവുന്നതിന്റെ കാരണം. നമ്മളെ ബിസിനസ്സിലുള്ള ടോട്ടൽ അസറ്റിന് തുല്യമായിരിക്കും ആ ബിസിനസിന്റെ ക്യാപിറ്റലും അതുപോലെ തന്നെ ലാബിലിറ്റിയും കൂട്ടിയാൽ എന്ന് വേണമെങ്കിൽ ഇത് ഏത് ട്രാൻസാക്ഷൻസ് എടുക്കും. ഇപ്പൊ നമ്മള് ബിസിനസ് സ്ഥാപനത്തിന് എന്ത് ചെയ്യുന്നു, ഫർണിച്ചർ വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസറ്റ് വന്നു, അസറ്റ് പോവുകയും ചെയ്തു. അതായത് ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് വരികയും അതുപോലെ തന്നെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് പോവുകയും ചെയ്തു. അപ്പൊ ഈക്വൽ എഫക്റ്റ് ആണ് ഡെബിറ്റ് എന്തിൽ വരുന്നത്, അസറ്റ് സൈഡിൽ വരുന്നത്. അസറ്റ് സൈഡില് ക്യാഷ് വന്നു, ക്യാഷ് പോയി, എഫക്ട് ഒന്ന് തന്നെയാണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു അസറ്റ് വരികയും ഒരു അസറ്റ് പോവുകയും ചെയ്തു. അതേ കേസില് ഇപ്പൊ നമ്മളെ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാല്, ഓണർ ബിസിനസ്സിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാല് ബിസിനസ്സിലേക്ക് ക്യാഷ് ആയിട്ടുള്ള അസറ്റ് വരികയും അപ്പൊ അത് അസറ്റ് സൈഡിൽ പോയി. ഒരു 10,000 രൂപ ക്യാഷ് ആയിട്ട് വന്നു എന്ന് വിചാരിക്കുക, അതിന് ഈക്വൽ ആയിട്ടുള്ള ലാബിലിറ്റി ആ സൈഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന് എപ്പോഴും ഏത് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഒരു ഡെബിറ്റ് ട്രാൻസാക്ഷൻസും ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ഉണ്ടായിരിക്കും. അതായത് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്ന അതാണ്. എവരി ബിസിനസ് ട്രാൻസാക്ഷൻ there should be dual effect എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിന്റെ ട്രഡീഷണൽ കോൺസെപ്റ്റ് ആണ്. കുറച്ചും കൂടി എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ബിസിനസ് സ്ഥാപനത്തിൽ നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ട ഒരു ബോധം എന്ന് പറയുന്നത്, നമ്മളെ ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആസ് ഫാർ ആസ് അക്കൗണ്ടിങ് ഈസ് കൺസേൺ, ആ അക്കൗണ്ടിങ്ങിലുള്ള കുറെ ടേമുകൾ ഉണ്ടായിരുന്നു. ആ ടേമുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ കേൾക്കുക. അതറിയാമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ ഏതൊക്കെയാണ് എക്സ്പെൻസ് എന്നും ഏതൊക്കെയാണ് ഇൻകം എന്നും ഏതൊക്കെയാണ് അസറ്റ് എന്നും ഏതൊക്കെയാണ് നമ്മളുടെ പേഴ്സണൽ അക്കൗണ്ട് എന്നും അല്ലെങ്കിൽ ലാബിലിറ്റി ഏതൊക്കെയാണെന്നൊക്കെ ഉള്ള വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള ജേണലുകളും ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ആകെ നമുക്ക് വേണ്ട ബോധം എന്ന് പറയുന്നത്, വകതിരിവ് എന്ന് പറയുന്നത്, ഏതാണ് എക്സ്പെൻസ് എന്നും ഏതാണ് ഇൻകം എന്നും ഏതാണ് അസറ്റ് എന്നും ഏതാണ് നമ്മുടെ ലാബിലിറ്റി എന്നുമുള്ള ഒരു ബോധം മാത്രമാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് തരത്തിലുള്ള അക്കൗണ്ടുകളാണുള്ളത്. പേഴ്സണൽ അക്കൗണ്ടും അതുപോലെ തന്നെ ഇംപേഴ്സണൽ അക്കൗണ്ടും. പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ ഇംപേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഡീപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഓവറോൾ അക്കൗണ്ടുകളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, പേഴ്സണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മള് ഒരാൾക്ക് ഒരു 10,000 രൂപന്റെ സാധനം വിറ്റു എന്ന് വിചാരിക്കുക. അദ്ദേഹം നമുക്ക് ക്യാഷ് തന്നിക്കണ് എങ്കിൽ ഞാൻ അയാൾക്ക് 10,000 രൂപ കൊടുക്കുന്നു, അയാൾ 10,000 രൂപന്റെ സാധനം എനിക്ക് തരുന്നു. ഞാനും അയാളും തമ്മിൽ യാതൊരു ബന്ധവും അവിടെ ഇല്ല, ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം ക്യാഷ് സെയിൽസ് ആണ്, അല്ലെ? ക്യാഷ് സെയിൽസ് ആയതുകൊണ്ട് ഇടപാടുകൾ അവിടെ പൂർണ്ണമാണ്, കംപ്ലീറ്റ് ആയി. അതേ കേസിൽ ഞാൻ ഒരു 5,000 രൂപന്റെ സാധനം അദ്ദേഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വിൽക്കുന്നു എന്ന് വിചാരിക്കാം. ഞാനൊരു 5,000 രൂപന്റെ സാധനം അയാൾക്ക് വിൽക്കുന്നു എന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന വ്യക്തിക്ക് വിൽക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ആള് എനിക്ക് ക്യാഷ് 5,000 രൂപ തന്നിട്ടില്ലെങ്കിൽ
എനിക്ക് അയാൾ ക്യാഷ് തരാനുള്ള ആളാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്യാഷ് തരാനുണ്ട് അയാൾ. അപ്പൊ എനിക്കും അയാളും തമ്മിൽ എന്തുണ്ട്, ഒരു പേഴ്സണൽ റിലേഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആരെങ്കിലും നമുക്ക് ക്യാഷ് തരാനുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് പേഴ്സണൽ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ആകുന്നത്. പേഴ്സണൽ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ആവുന്നത്. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ടുകൾ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ, റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ നാച്ചുറൽ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് 1000 രൂപ തരാനുണ്ടെങ്കിൽ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി പേഴ്സണൽ ആണ്. ഓക്കെ, ആ വ്യക്തികളുടെ പേരുകളാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയാണ് നമുക്ക് തരാനുള്ളെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആണ് നമുക്ക് ക്യാഷ് തരാനുള്ളത്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനാണ് നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ആ വ്യക്തിയുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. അക്കൗണ്ട് എന്ന് പറയുന്നത് ബാങ്കിന്റെ കോൺസെപ്റ്റിലല്ല അല്ലട്ടോ. ഓക്കെ, അപ്പൊ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു യൂണിവേഴ്സിറ്റിയോ ലീഗലി നിലവിൽ വന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ, ബാങ്കുകളോ ഇൻസ്റ്റിറ്റ്യൂഷനുകളോ നമുക്ക് ക്യാഷ് തരാനോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് നമ്മൾ ക്യാഷ് കൊടുക്കാനോ ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർട്ടിഫിഷ്യൽ ആൻഡ് ലീഗൽ പേഴ്സണൽ അക്കൗണ്ട് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം നമ്മളെ ബിസിനസ് സ്ഥാപനത്തിലെ ഓണേഴ്സ് ബിസിനസ് ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഡ്രോയിങ്സ് എന്നാണ്, അല്ലെ? അപ്പൊ ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം അത് റിയലോ നോമിനലോ അല്ല. കാരണം അത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ആരുമായി ബന്ധമുണ്ട്, ഓണറുമായി ബന്ധപ്പെട്ട്. ഇനിയിപ്പോ അതൊന്നും വേണ്ട, ഇപ്പൊ നമ്മളെ ബിസിനസ്സിലുള്ള എംപ്ലോയീസിന് സാലറി കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സാലറി കൊടുത്തിട്ടില്ലെങ്കിൽ ആ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, കൊടുക്കാനുള്ള സാലറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ഈ സാലറി എന്ന് പറയുന്നത് നമ്മളെ നോമിനൽ അക്കൗണ്ട് ആണ്. പക്ഷേ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമ്മളെ പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതും ഏത് പേഴ്സണൽ അക്കൗണ്ട് ആണ്? റെപ്രസെന്റേറ്റീവ് പേഴ്സൺ, ഇൻഡയറക്ട്ലി ഒരു വ്യക്തിയുമായിട്ട് റിലേറ്റഡ് ആണ് എങ്കിൽ, ആ അക്കൗണ്ട് റിലേറ്റഡ് ആണ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് സിംപ്ലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ക്യാഷ് തരാനുള്ളവരും നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ളവരുമാണ് നോർമൽ കേസിൽ. അത് വ്യക്തികളായിക്കോട്ടെ, സ്ഥാപനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഒരു ഇൻഡിവിജ്വലുമായി ബന്ധപ്പെട്ടതായിരിക്കോട്ടെ, എങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയും. ഇനി ഇംപേഴ്സണൽ അക്കൗണ്ട്, പേഴ്സണൽ അല്ലാത്ത അക്കൗണ്ട്സ് 2 തരത്തിലുണ്ട്, റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. അപ്പൊ റിയൽ അക്കൗണ്ട് എന്താണെന്നുള്ളതും പേഴ്സണൽ അക്കൗണ്ട് എന്താണെന്നുള്ളതും നമുക്ക് പറയാം. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തൊടാനും കാണാനും പറ്റുന്നത് എന്നാണ് അർത്ഥം. അങ്ങനെ തൊടാനും കാണാനും പറ്റുന്ന ബിസിനസ്സിലുള്ള ആകെ ഒരേ ഒരു സാധനമേ ഉള്ളൂ, അത് അസറ്റുകളാണ്. അത് ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റുകളാണ്. അല്ലെങ്കിൽ എന്താ നമുക്ക് റിയൽ ആയിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ റിയൽ അക്കൗണ്ടിൽ പ്രധാനമായിട്ട് വരുന്നത് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റുകളാണ്. ചുരുക്കി പറഞ്ഞാൽ അസറ്റുകളെയാണ് എന്തിനു ഉദ്ദേശിച്ചത്. അസറ്റുകളെ കുറിച്ച്, അസറ്റ് എപ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഏതൊക്കെ അസറ്റ് വരുമ്പോൾ, ഏത് അസറ്റ് വരുമ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് അസറ്റ് വരുമ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്പെൻസുകളെ കുറിച്ചും ഇൻകത്തിനെ കുറിച്ചുമാണ് പറയുന്നത്. നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റുകളെ കുറിച്ചാണ്. നമ്മളെ ബിസിനസ് സ്ഥാപനത്തില് ഏത് അസറ്റാണ് ഡെബിറ്റ് ചെയ്യേണ്ടതെന്നും ഏത് അസറ്റാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നും തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിലുള്ള ടോട്ടൽ അസറ്റുകളെ നമ്മൾ വിളിക്കുന്നത് റിയൽ അക്കൗണ്ട്സ് എന്ന്. ഏത് അസറ്റ് ആണെങ്കിലും അത് റിയൽ അക്കൗണ്ട്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള അസറ്റുകൾ ഉണ്ട്, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. എന്താണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് നമുക്കറിയാം. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ തൊടാനും കാണാനും പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അത് എക്കണോമിക്കലി നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ഇൻടാൻജിബിൾ എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റില്ല. എക്കണോമിക്കലി നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റും. അതേ കേസിൽ നമുക്ക് തൊടാനും കാണാനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻടാൻജിബിൾ എന്നും, തൊടാനും കാണാൻ പറ്റുമെങ്കിൽ അതിനെ ടാൻജിബിൾ എന്ന് പറയും. ഇവിടെ നമ്മൾ പറയുന്നത് ഇൻടാൻജിബിൾ ആണ്. ഗുഡ്വില് ഏതൊക്കെയാണ്? ഗുഡ്വില്, പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ്, ഇതൊക്കെ അവകാശങ്ങളാണ്. പക്ഷെ ഇത് നമുക്ക് തൊടാനും കാണാനും പറ്റില്ല. പക്ഷെ ഇത് എക്കണോമിക്കലി ഇതിനൊക്കെ വാല്യൂ ഉണ്ട്, അല്ലെ? പാറ്റന്റ് ആണെങ്കിലും കോപ്പിറൈറ്റ് ആണെങ്കിലും ട്രേഡ് മാർക്ക് ആണെങ്കിലും ഇതിനൊക്കെ നമ്മളൊക്കെ എക്കണോമിക്കലി നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഫിക്സ്ഡ് അസറ്റിന്റെ ഭാഗം തന്നെയാണെങ്കിൽ അസറ്റുകൾ തന്നെയാണ്. ഇനി ടാഞ്ചിബിൾ അസറ്റ് നോക്കുക.
ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ദ തിങ്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് ടച്ച് സോ ഓൺ, തൊടാനും കാണാനും പറ്റുന്ന, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് പറയുന്നത് ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. ലാൻഡ് ഏതൊക്കെയാണ്? ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, മെഷീൻസ്, പ്ലാന്റ് എക്സെട്ര. ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. ഏത് കാര്യങ്ങൾ, ഏത് അസറ്റ് ആണെങ്കിലും തൊടാനും കാണാനും പറ്റുന്ന ഒന്നാണെങ്കിൽ ആ അസറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാഞ്ചിബിൾ അസറ്റ്. അപ്പൊ ടാഞ്ചിബിൾ ആണെങ്കിലും ഇൻടാഞ്ചിബിൾ ആണെങ്കിലും അസറ്റുകൾ എങ്ങനെ ഡീൽ ചെയ്യണം, ഏത് അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം, ഏത് അസറ്റിനെ എപ്പോ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന റൂളാണ് എന്തെന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് റൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ അസറ്റ് എന്താ ചെയ്യേണ്ടത്, അസറ്റിനെ എപ്പോഴാണ് നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ പറ്റുക, എപ്പോഴാണ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ബിസിനസ് സ്ഥാപനത്തിൽ ഏത് അസറ്റ് നമ്മളെ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിലും ആ അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഏത് അസറ്റ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിലും, ഇങ്ങനെ രണ്ട് അസറ്റുകളാണല്ലോ, ഇത് ഏത് അസറ്റ് ആയിക്കോട്ടെ, ഏത് അസറ്റ് നമ്മളെ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിലും ആ അസറ്റിനെ, വരുന്ന അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് ദ അസറ്റ് കംസ് ഇൻ. ബിസിനസ്സിലേക്ക് വരുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ബിസിനസ്സിലേക്ക് വരുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ബിസിനസ്സിലേക്ക് വരുന്ന ഏത് അസറ്റ് ആണെങ്കിലും അതിനെ ഡെബിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ബിസിനസ്സിലേക്ക് വരുന്ന, ബിസിനസ്സിൽ നിന്ന് പോകുന്ന അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. ബിസിനസ്സൊക്കെ ഏത് അസറ്റ് വന്നാലും അതിനെ ഡെബിറ്റ് ചെയ്യണം. ബിസിനസ്സൊക്കെ ഏത് അസറ്റ് പോയാലും അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ള. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നോക്കുക, ബോട്ട് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ വാങ്ങി, ബിസിനസ്സിലേക്ക് ഫർണിച്ചർ എന്ന് പറയുന്നത് അസറ്റ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ ഫർണിച്ചർ വാങ്ങാറുള്ളത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, കാരണം ഇതൊരു മാനുഫാക്ചറിങ് കമ്പനി അല്ലാത്തത്, സോറി, ഇതൊരു ഫർണിച്ചർ ഷോപ്പ് അല്ലാത്തത് കൊണ്ട് തന്നെ ഫർണിച്ചർ എന്ന് പറയുന്നത് അസറ്റ് ആണ്. അപ്പൊ വാങ്ങുക എന്ന് പറയുമ്പോൾ അത് പർച്ചേസ് ആണെങ്കിലും ഇവിടെ എന്താ വാങ്ങിയിട്ടുള്ളത്? ഫർണിച്ചർ ആണ് വാങ്ങിയിട്ടുള്ളത്. ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് അസറ്റ് ആണ്. അപ്പൊ നമ്മള് ഫർണിച്ചർ നമ്മളെ ബിസിനസ്സിലേക്ക് വന്നു, നമ്മൾ എന്ത് കൊടുത്തു? ക്യാഷ് കൊടുത്തു. അപ്പൊ ബിസിനസ്സൊക്കെ വന്നത് എന്താണ്? ഫർണിച്ചർ. ബിസിനസ് നിന്ന് പോയത് എന്താണ്? ക്യാഷ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? ബിസിനസ്സൊക്കെ വരുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യുകയും ബിസിനസ് നിന്ന് പോകുന്ന അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യും. ഒരേ ട്രാൻസാക്ഷൻ രണ്ട് കാര്യങ്ങളാണ് വന്നത്. ഒന്ന് എന്താണ്? ഒന്ന് ക്യാഷും വന്നു, അതുപോലെ തന്നെ എന്തും വന്നു? ഫർണിച്ചറും വന്നു. അപ്പൊ ബിസിനസ്സൊക്കെ വരുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യുകയും ബിസിനസ് നിന്ന് പോകുന്ന അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ബിസിനസ്സൊക്കെ വരുന്ന അസറ്റ് എന്താണ്? ഫർണിച്ചർ. അതിനെ ഞാൻ ഡെബിറ്റ് ചെയ്തു. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 20,000 രൂപ. ബിസിനസ് നിന്ന് പോകുന്ന അസറ്റ് എന്താണ്? ക്യാഷ്. അപ്പൊ ബിസിനസ്സൊക്കെ ഏത് അസറ്റ് വന്നാലും അതിനെ നിങ്ങൾ ഡെബിറ്റ് ചെയ്തോളും. ബിസിനസ്സിന് ഏത് അസറ്റ് പോയാലും അതിനെ ക്രെഡിറ്റ് ചെയ്തോളും. ഒരേ ട്രാൻസാക്ഷൻ തന്നെ രണ്ട് അസറ്റുകൾ വരണമെന്നൊന്നുമില്ല. ചിലപ്പം ഒരു എക്സ്പെൻസ് ആയിരിക്കാം, ചിലപ്പം ഒരു അസറ്റ് ആയിരിക്കാം, ചിലപ്പം ഒരു ലയബിലിറ്റി ആയിരിക്കാം. എങ്ങനെ തന്നെയാണെങ്കിലും എന്താണ് അസറ്റ് വരികയാണോ ആ അസറ്റ്, വരുന്ന അസറ്റിനെ നിങ്ങൾ ഡെബിറ്റ് ചെയ്തോളൂ. ബിസിനസ്സിൽ ഒരു അസറ്റ് പോവുകയാണോ ആ അസറ്റിനെ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്തോളൂ. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടി പറയാം. നമ്മുടെ ബിസിനസ്സിൽ അസറ്റ് കൂടുവാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യുക എന്നും, അസറ്റ് കുറയുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുക എന്നും വേണമെങ്കിൽ പറയാം. അപ്പൊ അത് കൺഫ്യൂഷൻ ആവണ്ട. അതിനെക്കുറിച്ച് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നരേഷൻ എന്ന് പറയുന്ന എക്സ്പ്ലനേഷൻ ടു ദ ജേണൽ എൻട്രി, ജേണലിലുള്ള എക്സ്പ്ലനേഷൻ ആണ് നരേഷൻ എന്ന് പറയുന്നത്. അതും കൂടി എഴുതി വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ പിന്നീട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ നരേഷൻസ് എഴുതി വെക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. സോൾഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ വിറ്റു, 15,000 രൂപക്ക് ഫർണിച്ചർ വിറ്റു. ശ്രദ്ധിക്കണം, ആൾറെഡി ഉണ്ടായിരുന്ന ഒരു ഓൾഡ് ഫർണിച്ചർ നമ്മൾ 15,000 രൂപക്ക് വിറ്റു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളെ ബിസിനസ്സിൽ നിന്ന് എന്ത് പോകും? പഴയ ഫർണിച്ചർ പോകും. നമ്മള് ഫർണിച്ചർ വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ക്യാഷ് കിട്ടുന്നുണ്ട്. ഇവിടെ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഫർണിച്ചർ വിൽക്കുക എന്ന് പറയുന്നത് സെയിൽസ് അല്ല, കാരണം ഫിക്സ്ഡ് അസറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത് എന്നുള്ള. അപ്പൊ ഫർണിച്ചർ ക്യാഷ് വരും, അതുപോലെ തന്നെ ഫർണിച്ചർ പോകും. അപ്പൊ വരുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം, പോകുന്ന അസറ്റിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. വരുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം, അതായത് ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട് എന്ന് പറയാം. അപ്പൊ അതിന്റെ നരേഷൻ എന്താണ്? സോൾഡ് ഫർണിച്ചർ വിറ്റു. അപ്പൊ ഇങ്ങനെ ബിസിനസ്സിലേക്ക് ഏത് അസറ്റ് വന്നാലും ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുകയും ഏത് അസറ്റ് പോവുകയാണെങ്കിലും ആ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുകയും വേണം. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച എന്തെന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറയുന്നത്. ഇതാണ്. ഏത് അസറ്റ് ബിസിനസ്സൊക്കെ വന്നാലും അതിനെ ഡെബിറ്റ് ചെയ്തോളും, ഏത് അസറ്റ് ബിസിനസ്സിന് പോവുകയാണെങ്കിലും അതിനെ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോമിനൽ അക്കൗണ്ടുകളെ കുറിച്ചാണ്. നോമിനൽ എന്ന് പറഞ്ഞാൽ തന്നെ നാമമാത്രമായത് എന്നുള്ളതാണ്. ഓക്കെ, നാമമാത്രമായിട്ടുള്ള ഒന്നെന്താണ്? ഇപ്പൊ നമ്മൾ പറയും നമ്മളെ ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ 10,000 രൂപന്റെ സാലറി കൊടുത്തു എന്ന് പറഞ്ഞാൽ, സാലറി എന്ന് പറയുന്ന സാധനം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. സാലറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബോക്സിലാക്കിയിട്ട് കൊടുക്കുകയാണോ ചെയ്യുക? അല്ല, നമ്മൾ എന്താ കൊടുക്കുന്നത്? യഥാർത്ഥത്തില് ക്യാഷ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചെക്ക് ആണ് കൊടുക്കുന്നത്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവര് ചെയ്തു തന്ന സേവനത്തിനുള്ള ഒരു വേതനമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് സാലറി എന്ന് പറയുന്നത് നമുക്ക് ഒരു പേര്, നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻസിനിട്ട ഒരു പേരാണ് എന്തെന്ന് പറയുന്നത്, സാലറി എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ അക്കൗണ്ടിൽ വരുന്നത് പേരിന് മാത്രം ഇട്ടിട്ടുള്ള എക്സ്പെൻസുകളെ കുറിച്ചും ഇൻകത്തിനെ കുറിച്ചുമാണ്, അല്ലെങ്കിൽ ലോസും എന്തൊക്കെയാണ്, എല്ലാ എക്സ്പെൻസുകളെ കുറിച്ചും എല്ലാ ലോസിനെ കുറിച്ചും ആണ് നമ്മൾ പറയുക. എല്ലാ എക്സ്പെൻസുകളും എല്ലാ ലോസും എപ്പോഴും എന്താണ് വരിക, ഡെബിറ്റ് ആണ് വരിക. അതേപോലെ തന്നെ എല്ലാ ഇൻകംസും എല്ലാ ഗെയിൻസും എപ്പോഴും എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടി വരിക മോസ്റ്റ്ലി. ഓക്കെ, ചില കേസിൽ വ്യത്യാസം വരും. എക്സ്പെൻസ് കൂടുവാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസ് കുറയുവാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ള ഒരു റൂളും കൂടി ഉണ്ട്. അത് വളരെ റെയർ ആയിട്ട് വരുന്ന കേസ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു റൂൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എക്സ്പെൻസ് കൂടുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് വരിക എന്നാണ്, അല്ലെ? എക്സ്പെൻസ് കൂടുക എന്ന് പറഞ്ഞാൽ ബിസിനസ്ക്ക് എക്സ്പെൻസ് വരിക എന്നുള്ള. അപ്പൊ ഏത് എക്സ്പെൻസ് ആണെങ്കിലും ആ എക്സ്പെൻസിന് എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇൻകം കൂടുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇൻകത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ അത് നിങ്ങൾ മറക്കാതെ നോക്കി വെക്കുക. എക്സാമ്പിൾസ് നമുക്ക് പറയാം. പെയ്ഡ് സാലറി ടു മാനേജർ. മാനേജർക്ക് സാലറി 12,000 രൂപ കൊടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, സാലറി കൊടുത്തു. പെയ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്താണ്, ക്യാഷ് പോയി, അല്ലെ? അപ്പൊ നമ്മളേക്ക് എന്ത് പോയി, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് പോയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ക്യാഷ് പോയി കഴിഞ്ഞാൽ, ക്യാഷ് എന്ന് പറഞ്ഞാൽ ഏത് അസറ്റ് ബിസിനസ്സിന് പോവുകയാണെങ്കിലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം, അല്ലെ? അപ്പൊ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, ടു ക്യാഷ്. ഈ ടു എന്നിടണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഓപ്ഷണൽ ആണ്. പക്ഷെ ഒരു സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ക്രെഡിറ്റ് സൈഡ് എഴുതാറുള്ളത്. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറയാം. ഇപ്പൊ ടു ഇടണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷണൽ ആണ്. ഇട്ടാൽ നല്ലതാണ്, കുറച്ച് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, നമ്മളേക്കുന്ന ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് പോയി. അപ്പൊ അസറ്റ് പോകുമ്പോൾ ഞാൻ അതിനെ ക്രെഡിറ്റ് ചെയ്തു. എന്നാൽ എന്തുകൊണ്ടാ പോയത്, എന്താ നമ്മൾ കൊടുത്തത്, സാലറി ആണ്. സാലറി എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെൻസ് ആണ്. ആർക്കാ കൊടുത്തത്, മാനേജർക്ക്. മാനേജർക്ക് കൊടുത്തോ ഇല്ല എന്നുള്ളതല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് പോയി എന്നുള്ളതാ. അപ്പൊ സാലറി ടു മാനേജർ കൊടുക്കാം, മാനേജർ സാലറി എന്ന് കൊടുക്കാം, ഒരിക്കലും മാനേജറിന് കൊടുക്കരുത്. അപ്പൊ മാനേജർക്ക് കടം കൊടുത്ത മാതിരിയാവും. ഡെബിറ്റ് സൈഡിൽ മാനേജറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി, മാനേജർക്ക് കടം കൊടുത്ത പോലെയാവും. പക്ഷെ ഇവിടെ എന്താ കൊടുക്കേണ്ടത്, സാലറി എന്നാണ്. കാരണം നമ്മളേക്കുന്ന എല്ലാ എക്സ്പെൻസിനും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. സാലറിയെ എന്തുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്തത്, സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആയതുകൊണ്ടാണ് എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ആണ് വരാറുള്ളത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. അപ്പൊ ഇതിന്റെ നരേഷൻ എന്താണ്, പെയ്ഡ് സാലറി ടു രാഹുൽ, അല്ലെ? മാനേജർ രാഹുൽ എന്ന് പറയുന്ന ആൾക്ക് സാലറി കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അത് നരേഷനിൽ കൊടുത്താൽ മതി, ആർക്ക് കൊടുത്തു എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എക്സ്പെൻസ് എന്താണ്, സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് സാലറി മാനേജർ സാലറി എന്ന് എഴുതുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ഒരിക്കലും മാനേജർ അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് എഴുതരുത്. അതിന്റെ അർത്ഥം അയാൾക്ക് കടം കൊടുത്ത പോലെയാണ്, അതല്ലല്ലോ യഥാർത്ഥത്തില്. ഓക്കെ, നമ്മളെ എക്സ്പെൻസ് ആണത്. ഓക്കെ, അയാൾ ചെയ്യുന്ന സേവനത്തിലുള്ളതാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം, ഇൻകം. ബിസിനസ്സൊക്കെ വരുന്നതിനെയാണ്, നമുക്ക് കിട്ടുന്ന ക്യാഷിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിലേക്ക് വരുന്നതിനെ, ക്യാഷ് ആയിക്കോട്ടെ ബാങ്ക് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, റിസിപ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ റിസീവ്ഡ് എന്ന് പറയും. ഇവിടെ നമുക്ക് കമ്മീഷൻ ആണ് കിട്ടുന്നത്. കമ്മീഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് തൊടാനും കാണാനും പറ്റുന്ന ഒന്നല്ല, അത് നോമിനൽ ആണ്. ഒരു നമുക്ക് കിട്ടുന്ന ഇൻകത്തിനിട്ട ഒരു പേരാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ക്യാഷ് കമ്മീഷൻ കിട്ടുക, റിസീവ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ക്യാഷ് കിട്ടിയെന്നാണ്. അപ്പൊ നമ്മളെ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. ബിസിനസ്സൊക്കെ ഏത് അസറ്റ് വന്നാലും, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ആണ്, ഏത് അസറ്റ് വന്നാലും അതിനെ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും കമ്മീഷനെ ഞാൻ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തു. കാരണം എന്താണ്, കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് ഇൻകം ആണ്. ക്യാഷ് അക്കൗണ്ട് അപ് ടു കമ്മീഷൻ. ഇവിടെ ഞാൻ കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം കമ്മീഷൻ എന്ന് പറയുന്നത് ഇൻകം ആയതുകൊണ്ടാണ്. എല്ലാ ഇൻകം എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ,
സോറി, ഇത് ഇവിടെ നരേഷൻസ് എന്താ പറയാ, റിസീവ്ഡ് കമ്മീഷൻ എന്നാണ് നരേഷൻ വരേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു, എന്ത് നോമിനൽ അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞത് ഇതായിരുന്നു. ഏത് എക്സ്പെൻസ് ആണെങ്കിലും എല്ലാ എക്സ്പെൻസും എല്ലാ ലോസും ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്, എല്ലാ ഇൻകവും എല്ലാ ഗെയിനും ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഞാനത് ക്ലാരിഫൈ ചെയ്യും ഇനിയുള്ള വീഡിയോകളിൽ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്താണ്, പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് തരാനുള്ളവരും ക്യാഷ് കൊടുക്കാനുള്ളവരെയും കുറിച്ചാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു 10,000 രൂപക്ക് എന്ത് ചെയ്തു, ഒരാളേക്കൊന്ന് ഗുഡ്സ് വാങ്ങി എന്ന് വിചാരിക്കാം. 10,000 രൂപക്ക് ഗുഡ്സ് വാങ്ങി എന്ന് വിചാരിക്കാം. അപ്പോൾ പർച്ചേസ്ഡ് goods from അനു. എത്ര രൂപന്റെ ആണ്? 1000 രൂപന്റെ സാധനം വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഇങ്ങനെ 1000 രൂപന്റെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ സംഭവിക്കുന്നത്? ഗുഡ്സ് വാങ്ങുമ്പോൾ നമ്മൾ അതിന് എന്തെന്ന് പറയുന്നത്, ഗുഡ്സ് വാങ്ങുമ്പോൾ അതിന് നമ്മൾ പറയുന്നത് പർച്ചേസ് എന്നാണ്. എന്താണ് പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്, നമുക്കറിയാം. നമുക്ക് വരുന്ന ചെലവാണ് എന്തെന്ന് പറയുന്നത്. അപ്പൊ പർച്ചേസ് എപ്പോഴും എന്താണ്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. പർച്ചേസ് എപ്പോഴും ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, പർച്ചേസ് എക്സ്പെൻസ് ആണ്, മോസ്റ്റ്ലി ഡെബിറ്റ് ആണ് ചെയ്യുക. കാരണം എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മളെ ബിസിനസ്സൊക്കെ ഗുഡ്സ് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത് നമ്മളെ ചെലവായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം. അപ്പൊ പർച്ചേസ് ഡെബിറ്റ് ആണെന്ന് അറിയാം. ഇനി ടു എന്താ വരിക, നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തിനു ഡെബിറ്റ് ചെയ്യായിരുന്നു, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യായിരുന്നു അല്ലെ. സോറി, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. കാരണം നമ്മളേക്ക് എന്ത് പോകുന്നുണ്ട്, ഒരു അസറ്റ് പോകുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെയാണോ സംഭവിക്കുന്നത്? അല്ല. എന്താ സംഭവിക്കുന്നത്, നമ്മളേക്ക് നമുക്ക് ആര് ക്യാഷ് നമുക്ക് തരാനുണ്ട്? ഗുഡ്സ് വാങ്ങിയിട്ട് നമ്മൾ ആർക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്? അനുവിന് ക്യാഷ് കൊടുക്കാനുണ്ട്. ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് കൊടുക്കാനുള്ള ആർക്കാണ്? അനു. ക്യാഷ് കൊടുക്കാനുള്ളവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. കുറച്ചും കൂടി വ്യക്തമായിട്ട് ഞാൻ ക്ലിയർ ചെയ്യാം. നോക്കിക്കോളൂ, നമ്മൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു. ഇവിടെ പറയുന്നത് റിസീവർ, നമുക്ക് ക്യാഷ് തരാനുള്ളവരെ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ക്യാഷ് കൊടുക്കാനുള്ളവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഈ റിസീവർ എന്ന് പറയുമ്പോൾ ക്യാഷ് തരാനുള്ളവര് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം, കുറച്ചും കൂടി കാര്യങ്ങൾ പറയാം. ഒന്ന് നോക്കിക്കോളൂ. എ സോൾഡ് ഗുഡ്സ് ടു ബി. എ ആർക്ക് വിറ്റു? എ സോൾഡ് ഗുഡ്സ് ടു, ഗുഡ് അല്ല ഗുഡ്സ് ആണ്. എ സോൾഡ് ഗുഡ്സ് ടു ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, ഗുഡ്സ് വിറ്റു. ആർക്ക്? ബിക്ക്. അപ്പൊ ഇവിടെ എ ആരാണ്? സെല്ലർ ആണ്. ബി ആരാണ്? ബയർ ആണ്. ആണല്ലോ. അപ്പൊ എക്ക് ആര് ക്യാഷ് തരാണ്? കടത്തിനാണ് വിറ്റിരിക്കുന്നത്, ക്യാഷ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് 2 പറയുന്നത്. നമ്മൾ കടത്തിനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയും, ക്യാഷ് എന്ന് പറയില്ല. ഇതേ കേസിൽ സോൾഡ് ഗുഡ്സ് ടു ബി ഫോർ ക്യാഷ് എന്നാണെങ്കിലോ അതിന്റെ അർത്ഥം ക്യാഷ് ട്രാൻസാക്ഷൻ ആണെന്നുള്ളതാണ്. അപ്പൊ 2 അഡ്രസ് പറയുന്നുണ്ട്, എന്നാൽ ക്യാഷിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ, വെറുതെ റുപ്പീസ് ഇത്ര രൂപന്റെ സാധനം വിറ്റു എന്ന് പറയും, പക്ഷെ ഫോർ ക്യാഷ് എന്ന് പറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് എന്നാണ്. അപ്പൊ ഇവിടെ എ സോൾഡ് ഗുഡ്സ് ടു ബി എന്ന് പറയുമ്പോൾ എനെ സംബന്ധിച്ചിടത്തോളം ബി എന്ത് ചെയ്യാനുണ്ട്, ബി ക്യാഷ് തരാനുണ്ട്. ആർക്ക്? എക്ക്. അപ്പൊ എനെ സംബന്ധിച്ചിടത്തോളം ബി ആരാണ്? ഡെപ്റ്റർ ആണ്. ആരാണ്? ബി ആരാണ്? ഡെപ്റ്റർ ആണ്. അതേ കേസിൽ ബി ആര് തന്നെയാണ്? ബി ആരുമാണ്? ബയറും ആണ് അല്ലെ. അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞൂടെ, നമ്മൾ അയാൾക്ക് വിൽക്കല്ല സാധനം, ഞാൻ അയാൾക്ക് വിൽക്കല്ല സാധനം. അപ്പൊ എന്റെ അയാള് വാങ്ങുന്ന ആളാണ്, നമ്മളെടുത്തുനിന്ന് വാങ്ങുന്ന ആളാണ്. എപ്പോഴും എന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക, എ ആണ് വിൽക്കുന്നത്. അപ്പൊ എയുടെ ഭാഗത്ത് നിന്നിട്ടാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പൊ എനെ സംബന്ധിച്ചിടത്തോളം ബി എന്ന് പറയുന്ന ആള് ക്യാഷ് തരാനുണ്ട്, അല്ലെങ്കിൽ അയാൾ നമ്മളുടെ ബയറാണ്. അപ്പൊ ബി ആരാണ്? ക്യാഷ് തരാനുണ്ടെങ്കിൽ അയാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസീവർ ആണ്.
ക്യാഷ് തരാനുള്ളവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? റിസീവർ എന്ന് വിളിക്കും. ഓക്കെ, ഡെപ്റ്റർ എന്ന് വിളിക്കാം, ബയർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം? റിസീവർ. ക്യാഷ് തരാനുള്ള ആള് ആരെ വിളിക്കുന്നത്? ബി. ബി ആരാണ്? ബി എന്ന് പറയുന്ന വ്യക്തി നമ്മളെ റിസീവർ ആണ്. ക്ലിയർ? നമുക്ക് ക്യാഷ് തരാനുള്ള ആളാണ്. ഇനി ഇവിടെ എ എന്ന് പറയുന്ന ആൾ ആരാണ്? എ എന്ന് പറയുന്ന ആള് ക്രെഡിറ്റർ ആണ്. ആരെ സംബന്ധിച്ചിടത്തോളം ആരെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക? ബിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. കാരണം ബി വാങ്ങിയതാണ്. ബി എന്റെ വാങ്ങിയതാണല്ലോ. എ വിറ്റു എന്ന് പറഞ്ഞാൽ ബി വാങ്ങി എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ ബിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ ബിനെ സംബന്ധിച്ചിടത്തോളം എക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്. ബിനെ സംബന്ധിച്ചിടത്തോളം എക്ക് ക്യാഷ് കൊടുക്കാനുണ്ടല്ലോ. അപ്പൊ എ എന്ന് പറയുന്നത് ബിനെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റർ ആണ്. കാരണം ക്യാഷ് കൊടുക്കാനുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റർ, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? ഗിവർ. അപ്പൊ ക്യാഷ് കൊടുക്കാനുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് തരാനുള്ളവരെ ഡെബിറ്റ് ചെയ്യുകയും ക്യാഷ് കൊടുക്കാനുള്ളവരെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ വേണമെങ്കിൽ എന്തെന്ന് വിളിക്കാം? സപ്ലയർ എന്ന് വിളിക്കാം. സപ്ലയർ എന്ന് വിളിക്കാം. അപ്പൊ ഇങ്ങനെ ക്രെഡിറ്റർ, ഗിവർ, സപ്ലയർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ആരെ? ഏനെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതായിരുന്നു. ശ്രദ്ധിക്കുക, ഇതാണ് ഞാൻ പറഞ്ഞത്. റിസീവർ മീൻസ് എന്താണ്? ക്യാഷ് തരാനുള്ള ആളാണ്. നമുക്ക് ക്യാഷ് തരാനുണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്ത് വിളിക്കും? ഇവിടെ റിസീവർ എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും? ഇവിടെ എ എന്ന് പറയുന്ന ആള് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ക്യാഷ് തരാനുള്ള, ക്യാഷ് ബി ആണ് ക്യാഷ് തരാനുള്ള, അയാള് ഡെപ്റ്റർ ആണ്. ഇവിടെ റിസീവർ ആണ് ആരെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഗിവർ, ക്യാഷ് കൊടുക്കാനുള്ള ആളെന്താണ്? നമ്മളെ ക്രെഡിറ്ററും ആണ്. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാല് ക്യാഷ് തരാനുള്ളവരെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് കൊടുക്കാനുള്ളവരെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, വിത്ത് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഓക്കെ, ഇപ്പൊ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം എ ബി ലിമിറ്റഡ് എന്നാണ്. അതായത് ഗുഡ്സ് വാങ്ങി ആരേക്കുന്ന? എ ബി ലിമിറ്റഡ്. ക്യാഷ് കൊടുത്തിട്ടില്ല. 15,000 രൂപ നമ്മൾ ആർക്ക് കൊടുക്കാനുണ്ട്? ഈ എ ബി ലിമിറ്റഡിന് കൊടുക്കാനുണ്ട്. കൊടുത്തിട്ടില്ല. അപ്പോ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യും? പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യും. പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യും. പർച്ചേസ് എപ്പോഴും ഡെബിറ്റ് ആണ് വരിക, കാരണം അത് എക്സ്പെൻസും കൂടിയാണ്. എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ആണ് വരിക. ടു ക്യാഷ്. കാരണം എന്താ? ഇവിടെ നോക്കുക, പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ടു ക്യാഷ് എന്നാ വരിക. ക്യാഷ് കൊടുത്തുക്കണോ അവിടെ? ഇല്ല, ക്യാഷ് കൊടുത്തിട്ടില്ല. ക്യാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ ബി ലിമിറ്റഡിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. കാരണം നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ആൾ ആരാണ്? ബി ആണ്. അപ്പൊ ക്യാഷ് കൊടുക്കാനുള്ളവരെ നമ്മൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളെ ക്രെഡിറ്റർ, നമ്മളെ ക്രെഡിറ്റേഴ്സിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ക്യാഷ് കൊടുക്കാനുള്ളവരെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഗിവർ. എ ബി ലിമിറ്റഡ് എന്താണ്? ഗിവർ ആണ്. ക്യാഷ് കൊടുക്കാനുള്ളവരെ ക്രെഡിറ്റ് ചെയ്തിരിക്കണം. ക്യാഷ് തരാനുള്ളവരെ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പർച്ചേസ് ചെയ്തു, ആർക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്? എ ബി ലിമിറ്റഡിന് ക്യാഷ് കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് എ ബി ലിമിറ്റഡിനെ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം. അപ്പൊ എല്ലാ ക്യാഷ് കൊടുക്കാനുള്ളവരെയും ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് ദ ഗിവർ. ഇനി അടുത്ത പോയിന്റ് സോൾഡ് ആണെന്ന് വിചാരിക്കുക. എന്ത്? സോൾഡ്. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം, ക്ലിയർ ചെയ്യാം. നോക്കിക്കോളൂ. സോൾഡ് ഗുഡ്സ് ടു ആൽഫ ലിമിറ്റഡ്. ഗുഡ്സ് വിറ്റു ആർക്കാണ്? ആൽഫ ലിമിറ്റഡിന് വിറ്റു. ഗുഡ്സ് വിൽക്കുമ്പോൾ സാധാരണ ക്യാഷ് കിട്ടുമായിരുന്നെങ്കിൽ, ക്യാഷ് കിട്ടുന്നില്ല. ഇവിടെ എ ബി ലിമിറ്റഡിന് കടത്തിന് വിറ്റു എന്നാണ് പറയുന്നത്. സപ്പോസ് ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിലോ? അപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ ഇതാണ് എൻട്രി. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ₹2000 എന്നുള്ളതാണ് എൻട്രി എന്ന് വിചാരിച്ചു. 2000 രൂപന്റെ സാധനം വിറ്റു എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ്സ് വെക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെയിൽസ്. അപ്പൊ നമ്മൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു, അല്ലെ? കാരണം സെയിൽസ് ഇൻകോ ആണ്, അതിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി ഡെബിറ്റ് എന്താണ്? നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്, അല്ലെ? അപ്പൊ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ആണ്. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ, ക്യാഷിനാണ് വിൽക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ് എന്നാണ് വരേണ്ടത്. ക്ലിയർ അല്ലേ? എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഗുഡ്സ് വിൽക്കുന്നുണ്ട്. പക്ഷെ ആർക്കാ വിൽക്കുന്നത്? ആൽഫ ലിമിറ്റഡിനാണ്. ഇയാൾ നമുക്ക് ക്യാഷ് തന്നിട്ടില്ല, ക്യാഷ് തരാനുണ്ട്. ഓക്കെ, അപ്പൊ ക്യാഷ് തരാനുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ റിസീവർ ആണ്. നമുക്ക് ക്യാഷ് തരാനുള്ളത് നമ്മൾ വിളിക്കുന്ന റിസീവേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ഡെപ്റ്റർ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ക്യാഷ് തരാനുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെപ്റ്റർ. അപ്പൊ നമ്മൾ ഗുഡ്സ് വിൽക്കുമ്പോൾ, ഗുഡ്സ് വിൽക്കുക എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്. സെയിൽസിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. കാരണം
ഇങ്കോ ആണ്, ഇങ്കത്തിന് ക്രെഡിറ്റ് ചെയ്തു. ഇനി ഡെബിറ്റ് എന്താണ്? നമുക്ക് ക്യാഷ് തരാനുള്ള ആള് ആരാണ്? ക്യാഷ് തരാനുള്ളത് ആൽഫ ലിമിറ്റഡ്. അപ്പൊ ആൽഫ ലിമിറ്റഡിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്യാഷ് തരാനുള്ളവർ എപ്പോഴും ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ആൽഫ ലിമിറ്റഡ് അക്കൗണ്ട് അപ് ടു സെയിൽസ്. ഇതാണ് എൻട്രി. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇവിടെ ക്യാഷ് തരാനുള്ളവരെ നമ്മൾ ഡെബിറ്റും ക്യാഷ് കൊടുക്കാനുള്ളവരെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റും ചെയ്തു. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ എന്ന് പറഞ്ഞത് ഇതാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കുക. ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്, അതായത് ബിസിനസ് തുടങ്ങുകയാണ് ഒരാള്. ഓക്കെ, രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ബിസിനസ് തുടങ്ങുമ്പോൾ അയാൾ ബിസിനസ്സിലേക്ക് എന്ത് കൊടുക്കുന്നു? 2 ലക്ഷം രൂപ കൊടുക്കുന്നു. ബിസിനസ്സും ബിസിനസിന്റെ ഓണറും രണ്ടും രണ്ടാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പദമാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അപ്പൊ എപ്പോഴും ബിസിനസിന്റെ പുറത്തുള്ള ആളാണ് ആര്? ഓണർ. കാരണം അയാൾ നമുക്ക് ബിസിനസ് ചെയ്യാൻ ക്യാഷ് തന്നു. നമ്മൾ ഉദ്ദേശിച്ച അക്കൗണ്ടന്റ്. അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടന്റ് എപ്പോഴും ബിസിനസിന്റെ ഓണറെ എന്ത് ചെയ്യണം? പുറത്ത് ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് കാണേണ്ടത്, ഔട്ട്സൈഡർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അയാൾ എന്ത് ബിസിനസ് കൊടുത്താലും അയാൾ എന്ത് ബിസിനസ് കൊണ്ടായാലും ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. അതാണ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ. ബിസിനസ് തുടങ്ങാൻ 2 ലക്ഷം രൂപ തന്നു. അപ്പൊ നമ്മളെ ബിസിനസ്സിലേക്ക് എന്ത് വരുന്നുണ്ട്? ക്യാഷ് വരുന്നുണ്ട് അല്ലെ? എന്നാലോ അതിന് ഈക്വൽ ആയിട്ടുള്ള ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ശരിക്കും എന്താ എൻട്രി വരിക? ഇതാണ് ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ്. നോക്കുക, ജേണൽ എൻട്രി ഡേറ്റ് ഉണ്ടാവും, പെർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, ലെഡ്ജർ ഫോളിയോ. ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത് അതേ കേസിൽ ലെഡ്ജർ അക്കൗണ്ടിലാണെങ്കിൽ ജേണൽ ഫോളിയോ എന്ന് കാണാം. കാരണം ഇതെന്താ വെച്ചാൽ ഇവിടെ നമ്മൾ പേജ് നമ്പർ ആണ് ഇത്, അതായത് ലെഡ്ജറിലേക്ക് ഇത് മാറ്റും. ഈ ജേണലുകൾ ലെഡ്ജറിലേക്ക് മാറ്റുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാനുള്ള സ്പേസ് ആണ് അതിന്റെ പേജ് നമ്പർ. അതെന്തിനാണ്? സോഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ലെഡ്ജർ ഫോളിയോ. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഈവൻ ദോ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, എഴുതിയാൽ നല്ലത്. കാരണം സോഴ്സ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നേരെ ഈ ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷനെ എന്ത് ചെയ്താൽ മതി? നേരിട്ട് പോയിട്ട് നോക്കിയാൽ മതി. ഒരു ഡെബിറ്റ് സൈഡും ഉണ്ട്, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ട്. അപ്പൊ ഇതിന്റെ എൻട്രി എന്താ വരിക? ഇതിന്റെ എൻട്രി നമ്മൾ ഒന്ന് എഴുതി നോക്കാം. നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയോളൂ, എന്തായിരിക്കും എൻട്രി? നോക്കിയോളൂ. ഓക്കെ, ഇപ്പൊ നമ്മള് ജേണൽ എൻട്രി എഴുതാൻ പോവാണ്. എന്തായിരിക്കും നമ്മളെ ട്രാൻസാക്ഷൻ? എന്തായിരുന്നു എന്നാ പറഞ്ഞത്? കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നുള്ളതായിരുന്നു. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ നമ്മളെ ബിസിനസ്സിലേക്ക് എന്ത് വരുന്നുണ്ട്? ക്യാഷ് വരുന്നുണ്ട്. ബിസിനസ്സൊക്കെ വരുന്ന അസറ്റ് എന്താണ്? ക്യാഷ്. അപ്പൊ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ബിസിനസ്സൊക്കെ വരുന്നുണ്ട്. ബിസിനസ്സൊക്കെ ഏത് അസറ്റ് വന്നാലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ്, ക്യാഷ് അക്കൗണ്ട്. അക്കൗണ്ടിന്റെ ഷോർട്ട് ആയിട്ട് എഴുതാം. എന്താ? എ ബാർ സി എന്ന് എഴുതിയാലും മതി കേട്ടോ. ആ അക്കൗണ്ട് ഫുൾ ആയിട്ട് എഴുതണമെന്ന് നിർബന്ധമില്ല. ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ്, സോറി, ഡി ആർ. ഡി ആർ എന്ന് പറയുന്നത് ഡെബിറ്റിന്റെ ഷോർട്ട് ആണ്. ഡി ആർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഡെബിറ്റിന്റെ ഷോർട്ട് ആണ് ഡി ആർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഡെബിറ്റിന്റെ ഷോർട്ട് ആണ് ഡി ആർ എന്ന് പറയുന്നത്. ഡെബിറ്റ് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ എവിടെയാണ് എമൗണ്ട് എഴുതേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് എഴുതേണ്ടത്. ഡെബിറ്റ് സൈഡിൽ എത്രയാ എമൗണ്ട്? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയാണ് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്. എന്തുകൊണ്ടാണ് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്തത്? ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നത് കൊണ്ടാണ്. എന്നാലോ എന്താണ് ക്യാഷിന് ഈക്വൽ ആയിട്ടുള്ള എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു ലാബിലിറ്റി, അല്ലെങ്കിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഓണർ ബിസിനസ് ഒക്കെ ക്യാഷ് കൊണ്ടുവരുമ്പോൾ അതിന് അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതിനെ നമ്മൾ വിളിക്കുന്നത് ക്യാപിറ്റൽ എന്നാണ്. അപ്പൊ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം ക്യാപിറ്റൽ എന്ന് പറയുന്ന ലാബിലിറ്റി കൂടുന്നത് കൊണ്ടാണ്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കൊടുക്കാം. അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് എവിടെയാണ് വരിക? ക്രെഡിറ്റ് സൈഡിൽ അല്ലെ? ക്രെഡിറ്റ് സൈഡിൽ എന്താ വരിക? 2 ലക്ഷം രൂപ. ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട്. ഡെബിറ്റിന് നേരെ ഡെബിറ്റിലും ക്രെഡിറ്റിന് നേരെ ക്രെഡിറ്റിലും ആണ് എമൗണ്ട് എഴുതേണ്ടത്. അപ്പൊ ഇതിന്റെ നരേഷനും കൂടി വേണമെങ്കിൽ എഴുതി വെക്കാം. എന്താണ്? കമൻസ്ഡ് ബിസിനസ്, കമൻസ്ഡ് ബിസിനസ്, അത്ര മതി. ഓക്കെ, അല്ലെങ്കിൽ ആരാണ് ബിസിനസ് ഒക്കെ ക്യാഷ് കൊണ്ടുവന്നത് എന്നുള്ളത് ജസ്റ്റ് നരേഷൻ ആയിട്ട് എഴുതി വെക്കാം. അതെവിടെ എഴുതേണ്ടത്? നരേഷനിലാണ് എഴുതേണ്ടത്. ശ്രദ്ധിക്കുക, ഇവിടെയാണ് എഴുതേണ്ടത്. ഇതാണ് ജേണൽ. അപ്പൊ ഇതിന്റെ അടിയിൽ ഒരു ലൈനും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, നല്ലതാണ്.
ഇതാണ് ശരിക്കും അതിന്റെ രീതി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ലൈനും കൂടി ഉണ്ടാവും. ഇവിടെ പെർട്ടിക്കുലേഴ്സിൽ മാത്രം നിരത്തി വരക്കരുത്, പെർട്ടിക്കുലേഴ്സിൽ മാത്രം വരക്കുക. ഓക്കെ, ഇതാണ് എന്ത് ജേണലിന്റെ ഫോർമാറ്റ്. ഇവിടെ നമ്മൾ എന്തിടും, ഡേറ്റ് ഇടും. ഓക്കെ, അപ്പൊ ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ, ഫസ്റ്റത്തെ എൻട്രി എന്താണ്, ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താ എൻട്രി വന്നത്, കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. അപ്പൊ ഇങ്ങനെ കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഇത് ഞാൻ എറേസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കം ടു നെക്സ്റ്റ് പോയിന്റ്. ക്ലിയർ ആൾ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യന്. ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു SBI അക്കൗണ്ട്. ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, SBI എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബിസിനസ്സിലേക്ക് എന്ത് പോകുന്നത്, നമ്മുടെ ബിസിനസ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മളേക്കുന്ന ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് പോകുന്നുണ്ട്, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടുന്നുണ്ട്. ഇത് രണ്ടും അസറ്റ് ആണല്ലോ, ബാങ്കും അസറ്റ് ആണ്, ക്യാഷും അസറ്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അതായത് ക്യാഷ് ബിസിനസ്, ബാങ്കും ക്യാഷ് അല്ലേ, ക്യാഷും ക്യാഷ് അല്ലേ എന്ന് വിചാരിക്കരുത്. രണ്ടും രണ്ട് അക്കൗണ്ട് ആണ്. ബാങ്കിലുള്ളത് ഇത്ര, ക്യാഷ് ആയിട്ടുള്ളത് ഇത്ര എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ എടുത്തത് 10,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ നമ്മളെ ബാങ്ക് അക്കൗണ്ട് കൂടി, നമ്മളേക്ക് എന്ത് കുറഞ്ഞു, ക്യാഷ് കുറഞ്ഞു. അപ്പൊ എന്താ എൻട്രി വരിക, എന്താ സാധാരണ എൻട്രി വരിക, നിങ്ങൾക്ക് പറയാൻ പറ്റും, എളുപ്പത്തിൽ പറയാൻ പറ്റില്ലേ, പറയാൻ പറ്റും. എന്തായിരിക്കും വരിക, ഇതാണ് എൻട്രി വരിക. ഒന്ന് നോക്കിക്കോളൂ, എന്തായിരിക്കും, ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്, എന്നാലോ എന്ത് കൂടി, SBI എന്ന് പറഞ്ഞ ബാങ്ക് ആണ് കേട്ടോ. SBI അക്കൗണ്ട് ഡെപ്റ്റ്. എപ്പോഴും ഡെബിറ്റ് എവിടെയാണ് എഴുതേണ്ടത്, ഈ എൻഡിലാണ് എഴുതേണ്ടത്, ഈ ലൈനിന്റെ എൻഡിലാണ്, അല്ലാതെ ഇവിടെ തന്നെ കൊണ്ടുപോയി എഴുതരുത്. അപ്പൊ അത് വൃത്തി ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോ SBI അക്കൗണ്ട് ഡെപ്റ്റർ എത്ര രൂപയാണ്, 10,000 രൂപ ഡെബിറ്റ് ചെയ്തു. 10,000 രൂപ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ടു എന്താണ്, ടു ക്യാഷ്. നമ്മളേക്ക് നിന്ന് പോയി, ക്യാഷ് പോയി. അക്കൗണ്ട് ഇട്ടാൽ മതി, അക്കൗണ്ടിന്റെ ഷോർട്ട് ആണിത്. ഇങ്ങനെ ഇട്ടാലും മതി, A ബാർ C ഇട്ടാലും മതി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് അക്കൗണ്ടിൽ തന്നെ ഷോർട്ട്. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എത്രയാണ്, 10,000 രൂപ. ഓക്കെ, ഇനി ഇതിന്റെ നരേഷൻ എന്താണ്, ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് എന്ന് പറയുന്ന SBI ബാങ്ക് അക്കൗണ്ട് ആണ്. അപ്പൊ ഇത് നരേഷൻ ആണ്, മനസ്സിലാക്കി വെക്കുക. നരേഷന് ഓക്കെ അല്ലെ? അപ്പൊ ഇതാണ് നരേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ എൻട്രി, ഏത് രണ്ടാമത് ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്കിന്റെ എൻട്രി വരുന്നത്. ഓക്കെ, പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൗകര്യത്തിനൊന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, ട്രാൻസാക്ഷൻ ഒന്ന് ഡിസോർഡർ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരക്കാനും മറക്കരുത്, ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെ കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും ചെയ്യുക. ഓക്കെ, ഒന്നും കൂടി ഞാൻ തൽക്കാലം കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. പർച്ചേസ് ഗുഡ്സ് വാങ്ങുമ്പോൾ എൻട്രി എന്താ പറയുക, പർച്ചേസ് ക്യാഷിനാണ് വാങ്ങുന്നത്, ക്യാഷ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ബിസിനസ്സിന് എന്ത് പോകുന്നുണ്ട്, ക്യാഷ് പോകുന്നുണ്ട്. അപ്പൊ ക്യാഷിന് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് പോകുമ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ എന്താ എൻട്രി വരിക, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. ഏതാണ്, ഗുഡ്സ് വാങ്ങുകയല്ലേ ചെയ്യുന്നത്. ഗുഡ്സ് വാങ്ങുമ്പോൾ നമ്മൾ അതിനെന്തെന്ന് വിളിക്കുന്നത്, പർച്ചേസ് എന്ന് വിളിക്കും. ഗുഡ്സ് വാങ്ങുമ്പോഴേ നമ്മൾ അതിനെ പർച്ചേസ് എന്ന് വിളിക്കുള്ളൂ. അസറ്റ് വാങ്ങുമ്പോൾ അതിനെ പർച്ചേസ് എന്നല്ല വിളിക്കുക. അക്കൗണ്ട് ഡെപ്റ്റ്, എമൗണ്ട് എഴുതണം, ക്രെഡിറ്റ് സൈഡിൽ മറക്കരുത്. ടു എന്താണ്, ടു എന്നുള്ളത് എപ്പോഴും വലിയ ലക്ഷണം കൊടുക്കുന്നതാണ്. ടി എപ്പോഴും വലിയ ലക്ഷണം കൊടുക്കുക. എന്താണ്, ടു ക്യാഷ് അക്കൗണ്ട് അല്ലെ, ടു ക്യാഷ് അക്കൗണ്ട്. ഇതാണ് പർച്ചേസ്ഡ് ഗുഡ്സ് എന്നുള്ളതിന്റെ എൻട്രി. അതായത് ഗുഡ്സ് വാങ്ങിയപ്പോൾ ബിസിനസ്സിൽ ഗുഡ്സ് വന്നു, ഗുഡ്സ് വാങ്ങുമ്പോൾ അതിന് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് എഴുതണം. പർച്ചേസ് ആണ്, നമ്മൾ ഗുഡ്സ് വാങ്ങുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് പർച്ചേസ് എന്നാണ്. പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു, ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, കാരണം നമ്മളേക്കുന്ന ക്യാഷ് പോയി. അപ്പൊ ഇങ്ങനെ എല്ലാ ട്രാൻസാക്ഷൻസും നിങ്ങൾ റെക്കോർഡ് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഇതേപോലെ എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ചെയ്യാൻ പറ്റണം. സോൾഡ് ഗുഡ്സും മിസ്റ്റർ അനു എന്ന് പറയുമ്പോൾ അതിന്റെ എൻട്രി വരുന്നത്, ഗുഡ്സ് അനുവിന് വിറ്റു, കടത്തിനാണ് വിറ്റത്. അപ്പോൾ ഗുഡ്സ് വെക്കുമ്പോൾ അതിനെ നമ്മൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ആര് ക്യാഷ് തരാനുണ്ട്, മിസ്റ്റർ അനു നമുക്ക് ക്യാഷ് തരാനുണ്ട്. അപ്പൊ അനു അക്കൗണ്ട് അപ് ടു
സെയിൽസ് എന്നാണ് എൻട്രി വരിക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജാസ് ലിമിറ്റഡ്, ഗുഡ്സ് കടത്തിന് ജാസിന്റെ നിന്ന് വാങ്ങുകയാണ്, ജാസ് ലിമിറ്റഡിന്റെ അടുത്ത് വാങ്ങുകയാണ്. അപ്പൊ എന്താ എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് അപ് ടു ജാസ് ലിമിറ്റഡ് എന്നാണ്. കാരണം ജാസ് ലിമിറ്റഡിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം ജാസ് ലിമിറ്റഡിന് ക്യാഷ് കൊടുക്കാനുണ്ട്. നമുക്ക് റിട്ടേൺഡ് ഗുഡ്സ് ടു ജാസ്, ഗുഡ്സ് റിട്ടേൺ ചെയ്യാണ് ആർക്ക്? ജാസിന്. ജാസിന്റെ നമ്മൾ വാങ്ങിയെന്നു, വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ എൻട്രി എന്താ വരിക? പർച്ചേസ് റിട്ടേണെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ആർക്ക് ഇനി ക്യാഷ് കൊടുക്കണ്ട? 300 രൂപ ഇനി ആർക്ക് കൊടുക്കണ്ട? ജാസിന് കൊടുക്കണ്ട. അപ്പൊ ജാസ് എന്ന് പറയുന്ന ലാബിലിറ്റി കുറയുന്നുണ്ട്. അപ്പൊ ജാസ് അക്കൗണ്ട് അപ് ടു പർച്ചേസ് റിട്ടേൺ എന്നാണ് വരിക. അതേപോലെ തന്നെ ഗുഡ്സ് റിട്ടേൺഡ് ബൈ മിസ്റ്റർ അനു. മിസ്റ്റർ അനുവിന് നമ്മൾ ഗുഡ്സ് വിറ്റിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഗുഡ്സ് അനു നമുക്ക് എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് തിരിച്ചു തരികയാണ്. ഗുഡ്സ് നമുക്ക് തിരിച്ചു തരികയാണ്. അപ്പൊ അത് സെയിൽസ് റിട്ടേൺ ആണ്. വിറ്റ സാധനം തിരിച്ചു വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. സെയിൽസ് എപ്പോഴും ക്രെഡിറ്റ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആണ് വരിക. ഓക്കെ, എന്നാലോ അനു നമുക്ക് ക്യാഷ് തരൂല. അനു എന്ന് പറയുന്ന ഡെപ്റ്റർ നമുക്ക് 100 രൂപ കുറയുന്നുണ്ട്. അപ്പൊ അനുവിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അനു എന്ന് പറയുന്ന ഡെപ്റ്റർ എന്ന് പറയുന്ന അസറ്റ് കുറയുന്നത് കാരണം അനുവിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ആരെ ഡെബിറ്റ് ചെയ്യും? എന്തിനെ ഡെബിറ്റ് ചെയ്യും? സെയിൽസ് റിട്ടേൺ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പൊ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ് ടു അനു എന്നുള്ളതാണ്. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസിന് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ആവശ്യത്തിന് തന്നെയാണ്. അപ്പൊ ബിസിനസ് ഒക്കെ ക്യാഷ് വരും, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറയും. അപ്പൊ ക്യാഷ് അക്കൗണ്ട് അപ് ടു ബാങ്ക് എന്നാണ് എൻട്രി വരിക. അതിന് നമ്മൾ വിളിക്കുന്നത് കോൺട്രാ എൻട്രി എന്നാണ്. ഒരു സൈഡില് ഡെബിറ്റും രണ്ട് എന്താ പറയുക, ഡെബിറ്റിലും ക്രെഡിറ്റിലും ബാങ്കും ക്യാഷും കൂടി ഒന്നിച്ച് വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. വിഡ്രോ ക്യാഷ് ഫ്രം ബിസിനസ് ബൈ ഓണേഴ്സ് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് ഓണർ ബിസിനസ് നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തെന്നുള്ളതാണ്. ബിസിനസിന്റെ പർപ്പസിനല്ല. ഓണർ പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേര് ഡ്രോയിങ്സ് എന്നാണ്. അപ്പോൾ ഡ്രോയിങ്സിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, നമ്മളേക്ക് എന്താ പോയത്? ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നുള്ള എൻട്രി ആണ്. പെയ്ഡ് റെന്റ് കൊടുക്കുമ്പോൾ എന്താ എൻട്രി വരിക? നമ്മളേക്ക് ക്യാഷ് പോകുന്നുണ്ട്, അപ്പൊ ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് റെന്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്, റെന്റിന് ഡെബിറ്റ് ചെയ്യാൻ കാരണം അതെന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പൊ റെന്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. അപ്പൊ റിസീവ്ഡ് കമ്മീഷൻ ആണ്. കമ്മീഷൻ കിട്ടുമ്പോൾ ക്യാഷ് നമുക്ക് കിട്ടും, ക്യാഷിന് നമ്മൾ ഡെബിറ്റ് ചെയ്യും, കമ്മീഷൻ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അത് നേരത്തെ പറഞ്ഞതാണ്. ഡെപ്പോസിറ്റ് ഈ 2500 ബൈ ദ 2250 എന്ത് ചെയ്തു? അനു നേരിട്ട് ബാങ്കിൽ അടച്ചു എന്നാ പറയുന്നത്. അപ്പൊ നമ്മളെ ക്യാഷ് കൂടുന്നില്ല, എന്താ കൂടുക? ബാങ്ക് ആണ് കൂടുക. അപ്പൊ ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. SBI അക്കൗണ്ട് അപ് ടു അനു അക്കൗണ്ട്. SBI അക്കൗണ്ട് അപ് ടു അനു എന്ന് പറയുന്ന ഡെപ്റ്റർ കുറയുകയും ബാങ്ക് നമ്മളെ കൂടുകയും ചെയ്യും. നമ്മളതിൽ ക്യാഷ് കിട്ടുന്നില്ല, നേരിട്ട് ബാങ്ക് ആണ് കൂടുന്നത്. അതുകൊണ്ട് ബാങ്കിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ SBI അക്കൗണ്ട് അപ് ടു മിസ്റ്റർ അനു അക്കൗണ്ട് എന്നാണ് എൻട്രി വരിക. ഇനി ഒരു എൻട്രിയും കൂടി, പർച്ചേസ്ഡ് ഫർണിച്ചർ ചെക്കിനാണ് വാങ്ങുന്നത്. ചെക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ, ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ആണ്. അപ്പൊ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തെന്നാണ് പറയുക? നമ്മൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബാങ്ക് അക്കൗണ്ട് എന്നാണ് കുറയുക, നമ്മളെ ക്യാഷ് അല്ല കുറയുക. അപ്പൊ എന്തായിരിക്കും എൻട്രി വരിക? ഇതാണ് എൻട്രി വരിക. $1000 ആണെന്ന് വിചാരിച്ചോളൂ. എന്താ എൻട്രി വരിക? ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു ബാങ്ക് എന്നാണ് എൻട്രി വരിക. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇനി റെന്റും ഇൻഷുറൻസും കൊടുത്തു. ചെക്കാണ് കൊടുത്തത്, അതായത് ബാങ്ക് ത്രൂ ആണ് എല്ലാ പേയ്മെന്റും നടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ റെന്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? റെന്റിന് നമ്മൾ ഡെബിറ്റ് ചെയ്യും. റെന്റ് എക്സ്പെൻസ് ആണ്, ഇൻഷുറൻസും എക്സ്പെൻസ് ആണ്. റെന്റ് 250 ഇൻഷുറൻസ് 4000 ആണ്. നമ്മളേക്ക് എന്ത് പോകുന്നുണ്ട്? മൊത്തം എത്ര രൂപ പോകുന്നുണ്ട്? 650 രൂപ പോകുന്നുണ്ട്. അതിന്റെ എൻട്രി ഇതാണ്, നോക്കിക്കോളൂ. ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു ഇതാണ് എൻട്രി. എന്താണ്? റെന്റ് അക്കൗണ്ട് അപ് ടു ഇൻഷുറൻസ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. ഇത് രണ്ടും വേറെ വേറെ ആക്കി ചെയ്താ എന്താണ്? റെന്റ് അക്കൗണ്ട് അപ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 250 കൊടുക്കുക ഡെബിറ്റിലും ക്രെഡിറ്റിലും. അതേപോലെ തന്നെ ഇൻഷുറൻസ് അക്കൗണ്ട് അപ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? 400 ഡെബിറ്റിലും 400 ക്രെഡിറ്റിലും കൊടുക്കുക ബാങ്കിൽ. ഇത് രണ്ടും കൂടി, കാരണം രണ്ട് സൈഡിലും ക്രെഡിറ്റ് എന്താണ് വരുന്നത്? ബാങ്ക് ആണ് വരുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് എൻട്രി എന്ന് പറയും. കോമ്പൗണ്ട് എൻട്രി. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അതായത് ഏതെങ്കിലും ഒരു സൈഡിൽ ഒന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അക്കൗണ്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കൺജക്ട് ചെയ്ത് വേണമെങ്കിൽ എഴുതാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ഈ ഭാഗത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് ജേണൽ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ നമ്മൾ ഈ കമന്റ് ബോക്സിൽ ഇടാം. നിങ്ങൾ വേണമെങ്കിൽ നോക്കിയിട്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ എന്ത് ചെയ്യാം? ഈ മുകളിലുള്ള നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം? പറഞ്ഞു തരാൻ പറ്റും. എനിക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ നിങ്ങൾക്ക്. ഇതാണ് വാട്സാപ്പ് നമ്പർ. ഇറ്റ്സ് മീ മുഹമ്മദ് ഫാസിൽ. താങ്ക് യു വെരി മച്ച്. എല്ലാവരും എന്ത് ചെയ്യുക? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പറ്റുമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള
അക്കൗണ്ടിങ് പരമായിട്ടുള്ള വീഡിയോസ് മറ്റുള്ള കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.